ഡിവൈഎഫ്ഐ പ്രവർത്തകർ യഥാർത്ഥത്തിൽ യുവത്വത്തിന് പോലും നാണക്കേടാണ്. മുതിർന്ന നേതൃത്വം തെറ്റായ വഴിക്ക് നടക്കുമ്പോൾ അവരെ തിരുത്താൻ ശേഷിയുള്ളവരായിരിക്കണം യുവാക്കൾ. അതാണ് യുവാക്കളിൽ നിക്ഷിപ്തമായിട്ടുള്ള ഒരു ദൗത്യം. തീക്ഷ്ണമായി ചിന്തിക്കാൻ കഴിയുകയും സ്വാർത്ഥ മോഹങ്ങൾക്ക് അടിപ്പെടാതെ ഉള്ള ചിന്തകളിലേക്ക് നീങ്ങുന്ന ഒരു സമയവുമാണ്. പക്ഷെ എന്നാൽ നാം ഇവിടെ കാണുന്നത് മുതിർന്ന നേതൃത്വത്തിൻ്റെ വെറും വാലാട്ടികളായിട്ട്, അല്ലെങ്കിൽ കാലാൾപ്പട പോലെ യാതൊരു ചിന്താശേഷിയും ഇല്ലാത്ത വെറുതെ കായിക ശേഷി മാത്രമുള്ള ഒരു വിഭാഗമായിട്ട് ഡിവൈഎഫ്ഐ മാറുന്നു. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ കേരള സ്റ്റോറി 2. ഹൈക്കോടതി അതിന് അംഗീകാരം കൊടുത്ത പ്രദർശനത്തിന് അത് പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനെ തടഞ്ഞുകൊണ്ട്, അതിൻ്റെ പ്രദർശനം തിയേറ്ററുകളിൽ തടഞ്ഞുകൊണ്ട് രംഗപ്രവേശം ചെയ്തിരിക്കുന്നു. അപ്പോൾ പെട്ടെന്നൊരു ധാരണ വരുന്നത്, ഞങ്ങൾ കേരള സ്റ്റോറി 2 മുസ്ലിങ്ങളെ മോശമാക്കി കാണിക്കുന്നതാണ്, അതിനെ തടയാൻ ഞങ്ങൾ മാത്രമേ ഉള്ളൂ, ഞങ്ങൾ മുസ്ലിങ്ങളെ രക്ഷകർ എന്നൊരു ധാരണ പുറത്തു വരുത്തുന്നു. അതേസമയത്ത് CPM നേതൃത്വം പരമാവധി മുസ്ലിം ഹിന്ദു വിരുദ്ധത ഉണ്ടാക്കുകയും UDF വന്നു കഴിഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമി കേരളത്തിൽ ഭരിക്കും എന്ന ഒരു ധാരണ പരത്തിക്കൊണ്ടും 3ാം തവണയും അധികാരത്തിൽ എങ്ങനെയെങ്കിലും എത്തുക എന്ന ലക്ഷ്യത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഇത് മനസ്സിലാക്കിയിട്ടെങ്കിലും ചുരുങ്ങിയ പക്ഷം ഇത്തരത്തിലുള്ള അഭിലഷണീയമല്ലാത്ത ഉള്ള പ്രവൃത്തികളിൽ നിന്നെങ്കിലും ഈ യുവത്വം മാറി നിൽക്കേണ്ടതാണ്. അതല്ലെങ്കിൽ യുവത്വത്തിനാണ് നാണക്കേട്.